അങ്കിത്, നിന്നെയൊന്നും ഇവിടെ കാണാൻ പോലും ഇല്ലല്ലോടാ. ഓ, നീ ഏതാ? ഞാൻ ഓർത്ത് ഇതാരും ചോദിക്കണേ. അത് ഞാനന്ന് ഫ്രാൻസ് വരെ പോയതാ. അതൊന്ന് പെട്ടെന്ന് ഫ്രാൻസിലേക്ക്. അത് നിനക്കറിയാലോ, ഞാൻ എന്തെങ്കിലും ഇല്ലാണ്ട് അവിടെ പോവില്ലാന്ന്. പിന്നെ അത് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, പയ്യെ പറയാം. ശരി. പിന്നെ പതിവില്ലാണ്ടെന്ന് നിന്റെ മുഖത്തൊരു പുഞ്ചിരൊക്കെ. അപ്പൊ എന്തോ ഉണ്ട്, പറയടാ. എനിക്കറിയില്ല, ഞാൻ ഫ്രാൻസിൽ പോയി വന്നാൽ പിന്നെ എനിക്കൊരു മാറ്റം ഞാൻ കണ്ടു തുടങ്ങി. ബട്ട് ഇറ്റ് ഫീൽസ് ഗുഡ്. എന്താ പറയാ, എനിക്ക് എന്തൊക്കെയോ സന്തോഷം വന്ന മാതിരി. എന്തായാലും അതിന് കാരണക്കാരി ആരാന്ന് ഞാൻ പറയാം. അത് മീര തന്നെയാ. ഞാൻ അതിനെ വിളിച്ചു വെക്കുന്ന. പിന്നെ ക്യാതറിന്റെ കാര്യം എന്തായി? പറ്റി വലിയ കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് എന്തിനു വേണേലും കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരുപാട് സ്നേഹിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്നേഹിക്കാണ്ടിരിക്കുന്നത് നല്ലത്. ക്യാതറിൻ, നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെ ആരില്ലായിരിക്കുന്നു. ഹൗ ആർ യു? ഐ ആം ഫൈൻ. നീയോ? നിനക്കറിയാൻ പാടില്ല ജിമിൻ. ക്യാതറിൻ, നിനക്ക് എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? എങ്ങോട്ട്? ഇതൊക്കെ പറയാം, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ജിമിൻ, ഐ എം സോറി, എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് കുറെ വർക്ക് പെൻഡിങ് എടുക്കുക. അത് ഞാൻ അങ്കിത്തിന്റെ അടുത്ത് പറഞ്ഞോളാം, പ്ലീസ്. ജിമിൻ പ്ലീസ്, എനിക്ക് വരാൻ പറ്റില്ല. സോറി പറയാനാണെങ്കിൽ എനിക്കത് കേൾക്കണം. സോറി പറയാനൊന്നും അല്ല ക്യാതറിൻ, പ്ലീസ് എൻ്റെ ഒപ്പം ഒന്ന് വാ. എന്നാ ശരി, ഞാൻ വരാം. പിന്നെ നേരത്തെ ഇങ്ങോട്ട് വരണം. എന്തെങ്കിലും പറയാണെങ്കിൽ പെട്ടെന്ന് പറയണം. നിന്നെ പെട്ടെന്ന് തന്നെ വിട്ടേക്കാം. പറഞ്ഞോ, എന്തൊക്കെയാ പറയണ്ടെന്നല്ലേ പറഞ്ഞേ? നീ എന്നിൽ നിന്ന് മോണായോ? മോണെന്ന് പറഞ്ഞ വേർഡ് പറയാൻ ഈസി ആണെങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ പറ്റുന്ന കാര്യമല്ലാതെ. പക്ഷേ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർക്ക് മാത്രം. പിന്നെ ജിമ്മും പേടിക്കണ്ട, ഞാൻ ആ പേരും പറഞ്ഞുകൊണ്ട് പുറകെ നടക്കില്ല ഇനി ഒരിക്കലും. എനിക്കിനി അതിന് പറ്റത്തുമില്ല. ഞാൻ എങ്ങനെയാലും പോകാൻ ശ്രമിച്ചോളാം. ആൻസർ കിട്ടിയില്ലേ? ഇനി എന്തായാലും പോകാൻ പാടില്ല എനിക്ക്. അതിൽ നിൽക്കാതെ മാത്രല്ല, സോറി നിന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിന് എന്നോട് ക്ഷമിക്കണം. പക്ഷേ എനിക്ക് നിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നീ കരുന്ന പോലത്തെ ഒരു ജിമ്മല്ല ഞാൻ. നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന വേറൊരാളീ ലോകത്തുണ്ട്. പിന്നെ നീ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീരനെയാണ്. എനിക്കവളെ മറക്കാൻ പറ്റില്ല. അത് നിനക്ക് മനസ്സിലായെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം. പിന്നെ ഞാൻ പറഞ്ഞ ആൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അയാൾ എന്തായാലും വഴിയെ വന്നിരിക്കും. എന്നെ ഇഷ്ടപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന ഒരാളാണത്. ഞാനല്ലാതെ ഒരിക്കലും. അത് നീ മനസ്സിലാക്കിയേ പറ്റൂ. നിനക്കിത് പോവാം. ഞാനെല്ലാം പറഞ്ഞിരിക്കും. ഇനി എന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ഫ്രണ്ട്സ് തന്നെ ആയിട്ടിരിക്കാം. അതിന് നിനക്ക് സമ്മതമാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിനക്കിപ്പോൾ പോവാം. നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ നിങ്ങളും കൊള്ളാം. ഈ ഫയല് മാത്രം ഓപ്പൺ ആവാത്ത. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? സാറിനെ വിളിച്ചാലോ? ഇങ്ങനെ ചീത്ത പറഞ്ഞാലോ? വിളിക്കാം. സാർ ഒന്ന് വരാമോ? പറഞ്ഞു. എന്താ പ്രശ്നം? സാർ, ഈ ഫയൽ ഞാൻ കുറെ നേരമായിട്ട് ഓപ്പൺ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്താൽ പറ്റുന്നില്ല. ഈ കമ്പ്യൂട്ടറിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. സാറിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഒന്ന് നോക്കാമോ? ഞാൻ നോക്കി തരാം. ഓ, അതിന് ഈ സാർ എന്തിനാ ഇത്ര ഒറ്റക്ക് വരുന്നേ? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതെന്തോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു.
ഇനി വീണ്ടും എന്തെങ്കിലും പറ്റുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വരാട്ടോ. ആ സാർ, ഞാൻ വിളിക്കാം. ഓ, അത്രയും തന്നെ ഞാൻ എങ്ങനെ പിടിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ലല്ലോ. അങ്കിത്, നീ ബിസിയാണോ? എനിക്ക് കുറച്ച് കാര്യം പറയാണ്ടായിരുന്നു. ഇല്ലടാ, നീ പറഞ്ഞോ, എന്താ പ്രശ്നം? എടാ, എനിക്ക് മീനനെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാ ഇഷ്ടം തോന്നുന്നതെന്ന് എന്നോട് ചോദിക്കരുത്. നിന്റെ ഒപ്പീനിയൻ എന്നാ? എനിക്ക് നല്ല ഒപ്പീനിയൻ, അല്ലാണ്ട് എന്താ പറയാനാ, പ്രത്യേകിച്ചൊന്നുമില്ല. നിന്റെ ഇഷ്ടമല്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ. നീ ഇപ്പൊ തന്നെ പറയുന്നതായിരിക്കും നല്ലത് അവളുടെ അടുത്ത്. അപ്പൊ നിനക്ക് ഇതുവരെ അവളുടെ അടുത്ത് ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല? ആർക്ക്? എനിക്കോ? ഞാൻ അതിനല്ലല്ലോ അവളെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവള് ജസ്റ്റ് എൻ്റെ ക്ലോസ് ഫ്രണ്ട് മാത്രം. പിന്നെ അങ്ങനെ സന്തോഷിപ്പിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട്. ഇത് ഉറപ്പാലല്ലോ നിനക്ക് അവളുടെ അടുത്ത് ഇഷ്ടമൊന്നുമില്ലാന്ന്. ഇല്ലടാ, നീ അവളുടെ അടുത്ത് ധൈര്യമായിട്ടെന്ന് പറഞ്ഞോ. എനിക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നീ എന്തിനാ എന്നെ നോക്കുന്നത്? പിന്നെ എനിക്ക് ആകെ പ്രശ്നം തോന്നുന്നത് ക്യാദറിനെ പറ്റി ഓർത്തിട്ടാ. അതിപ്പോ നീ വേണ്ടെന്ന് വെച്ചില്ലേ, നീ എന്താന്ന് വെച്ചാ. എടാ, അത് അങ്ങനെയൊന്നും അല്ല. നിങ്ങളൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കാണ്. ഞാനല്ല ജിമിൻ. ക്യാദറിൽ ഇഷ്ടപ്പെടുന്ന ജിമിൻ ഞാനല്ല. ഞങ്ങൾ ട്വിൻസാണ്. ഞാൻ അവൻ്റെ വേറെയാണ്. അവൻ അവിടെ പുറത്താണ്. അവനവളെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് ഇതൊരു മനസ്സിലായില്ല. അത് ഞാൻ എങ്ങനെ പറഞ്ഞ അവളെ മനസ്സിലാക്കും? ഓ, അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു കഥയുടെ കിടപ്പ് വശല്ലേ? എന്തായാലും നീ മീര അടുത്തൊന്ന് കാര്യം പറ. എന്നാ ഞാൻ ചെല്ലട്ടെ, ഇപ്പൊ തന്നെ അവളുടെ അടുത്ത് പറയണം. മീര, മേ ഐ കം ഇൻ? ജിമിനോ, കേറി വാ. ഞാൻ വന്നത് ബിസി ആയിട്ടുള്ള സമയത്താണോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ കുറച്ച് മുമ്പായിരുന്നു ഇത്തിരി ബിസി ആയിരുന്നാണ്. പിന്നെ എന്താ കാര്യം, എന്ത് പറയാനാ വന്നേ? അത് പിന്നെ മീര, ഞാൻ നിന്റെ അടുത്ത് അങ്ങനെ പറയിപ്പോ. നീ ഡിലേ ചെയ്യരുത്. ഐ ലവ് യു.